നമസ്തേ, ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. സ്കാനിങ്ങിന് ശേഷം ഓവറിയിൽ ചില സിസ്റ്റ് കണ്ട് അത് പ്രോബ്ലമുള്ള സിസ്റ്റാണോ, ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ, സർജറിയുടെ ആവശ്യമുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. ഓവറിയിലുള്ള സിസ്റ്റുകൾ 3 സെൻറ്റിമീറ്റർ മുതൽ വളരെ വലിയ സിസ്റ്റുകൾ 30 സെൻറ്റിമീറ്ററൊക്കെ സൈസുള്ള സിസ്റ്റുകൾ വരെയൊക്കെ സാധാരണ നമ്മൾ കാണാറുണ്ട്. ഈ സിസ്റ്റുകൾ ഭൂരിഭാഗവും ഇത് ഇന്നസെൻറ്റ് സിസ്റ്റുകളാണ്. ഈ സിസ്റ്റുകൾ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന സിസ്റ്റുകൾ നമ്മൾ ഫങ്ഷണൽ സിസ്റ്റ്, കോപ്പസ് ലൂട്ടിയൽ സിസ്റ്റ് എന്നൊക്കെ പറയുന്ന സിസ്റ്റുകൾ, അല്ലെങ്കിൽ ഓവറിയുടെ സർഫസിൽ നിന്ന് ഓവറിയിൽ നിന്ന് ഉണ്ടാകാവുന്ന ചില സിസ്റ്റുകൾ, ഡെർമോയിഡ് സിസ്റ്റ്, സിസ്റ്റ് അഡിനോമ, എൻഡോമെട്രിയോമ തുടങ്ങിയ പല തരത്തിലുള്ള സിസ്റ്റുകൾ ഉണ്ടാകാറുണ്ട്. ഈ സിസ്റ്റുകളുടെ സിംറ്റംസ് സാധാരണഗതിയിൽ മജോറിറ്റിയിലും യാതൊരു സിംറ്റവും ഉണ്ടാവണമെന്നില്ല. ഈ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റാവാം. അതല്ല എങ്കിൽ ചിലർക്ക് വളരെ വലിയ സിസ്റ്റുകളൊക്കെ ആണെങ്കിൽ പ്രഷർ സിംറ്റംസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട്, മോഷൻ പോകാൻ പ്രയാസം, അതുപോലെ തന്നെ ചിലർക്കൊരു ഗ്യാസ്ട്രിക് സിംറ്റംസ്, ഒരു ബ്ലോട്ടഡ്നെസ്. എൻഡോമെട്രിയോസ് ആണെങ്കിൽ ചിലർക്ക് ബന്ധപ്പെടുമ്പോഴുള്ള വേദന. അതുപോലെ ഈ ഡെർമോയിഡ് സിസ്റ്റുകൾ, അതായത് ഡെർമോയിഡ് എന്ന് പറയുമ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള കണ്ടൻസ് ഉള്ള സിസ്റ്റുകളാണ്. ഒരു വലിയ സിസ്റ്റുകൾ, ഈ ഡെർമോയിഡ് സിസ്റ്റുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു ടോർഷൻ, ഒരു ട്വിസ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അത് എമർജൻസി ആയിട്ട് പെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എല്ലാ സിസ്റ്റുകളും സർജറിയുടെ ആവശ്യമില്ല. നമ്മളുടെ ഏജ് അനുസരിച്ച് പീരീഡ് നിന്നതിന് ശേഷമുള്ള ഓവറിയൻ സിസ്റ്റുകളെ കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. അത് കൂടുതൽ വിജിലൻ്റ് ആവണം. ട്യൂമർ മാർക്കേഴ്സ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ആണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. പക്ഷേ മെൻസ്ട്രുവേഷൻ ഉള്ള ആളുകളിൽ ഈ 5 സെൻറ്റിമീറ്റർ താഴെയുള്ള ക്ലിയർ സിസ്റ്റുകൾക്ക് സാധാരണ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 7 സെൻറ്റിമീറ്റർ ഒക്കെ മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും സർജിക്കൽ റിമൂവൽ ആവശ്യമായിട്ട് വരാം. അത് ലാപ്രോസ്കോപ്പി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ചിലർക്ക് സംശയം ഇത് ഫെർട്ടിലിറ്റിയെ ബാധിക്കുമോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എൻഡോമെട്രിയോമ പോലെയുള്ള സിസ്റ്റുകൾ ഒഴികെ ബാക്കിയൊന്നും സാധാരണ ഈ പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടുണ്ടാകാവുന്ന കാര്യങ്ങളല്ല. PCO എന്ന് പറയുന്നതും ഓവറിയൻ സിസ്റ്റുകളും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. PCO എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സിസ്റ്റുകൾ, ഒന്ന് റിമൂവ് ചെയ്യേണ്ട ഒന്നും ആവശ്യമല്ല. ഓവറിയൻ സിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ ഫ്ലൂയിഡ് ഫിൽഡ് ഒരു ബാഗ് ആണ് ഓവറിക്കകത്തുള്ളത്. അതിൻ്റെ ഫോളോ അപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് അറിയാവുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് 5 സെൻറ്റിമീറ്റർ കൂടുതൽ വലിപ്പമുള്ള സിസ്റ്റുകൾ, വളരെ വലിയ സിസ്റ്റുകളാണെങ്കിൽ സർജിക്കൽ റിമൂവലാണ് നല്ലത്. ഈ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാം, പ്രോബ്ലം ഇല്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നേച്ചറിനെ കുറിച്ച് കൂടുതൽ നമുക്കറിയാം. ചിലപ്പോൾ അതിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ MRI പോലത്തെ സ്റ്റഡീസ് വേണ്ടി വരും. അപ്പോൾ ഈ ഓവറിയൻ സിസ്റ്റുകളെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് അത് ഫോളോ അപ്പ് ചെയ്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നന്ദി, നമസ്കാരം.